ഞാൻ പോയി ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. ടാക്സിക്കാരൊക്കെ രാവിലെ തന്നെ എത്തൂലേ? ആ സമയത്ത് ബുദ്ധിമുട്ടാകരുത്. എന്നാ നീ പോയിക്കോ. പനിക്കൊരു വാർപ്പ് തന്നില്ലേ? ഇല്ല, ഞാൻ വരാം. എനിക്ക് നേരത്തെ അറിയാതെ അയാൾ തരില്ല എന്ന്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. കഴിവറ മോളെ ഓടിവിടെ. ഇവരെന്റെ മോളുടെ തൊട്ടുപോയത്. ഇവരെന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ തന്റെ മോളെ. അതിന് ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ മോൾക്കും കൂടി ഇഷ്ടണ്ടായിട്ടില്ല അവൾ അറിയിപ്പോന്നെ. ഇക്കണക്കിന് വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം? കുറുപ്പേട്ട, കല്യാണത്തിന്റെ തലേന്ന് കാമുവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല. അത് ശരിയാ. അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ. ഇവള് കെട്ടിത്തൂക്കി ചത്താലും ശരി, ഈ പിഴച്ചവന് ഞാൻ കൊടുക്കൂല. ഇവൻ ആരാന്നറിയോ നിങ്ങക്ക്? വർഷങ്ങൾക്ക് മുമ്പ് ക്ഷവരക്കാരൻ നാണപ്പൻ ഗർഭിണിയായ മകളെ കൂടി നാട്ടിൽ വന്നപ്പോ കേറിക്കിടക്കാൻ ഇടം കൊടുത്ത് എന്റെ അച്ഛനാ. കട നടത്താൻ മുറി കൊടുത്തത് ഞങ്ങളുടെ ഘട്ടത്തിലാ, മനുഷ്യത്വം വിചാരിച്ച്. എന്നിട്ടിപ്പോ അവസാനം അവൻ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മാനം ചരക്കാൻ തുടങ്ങി. ഇവനെ ജനിപ്പിച്ച തന്ത ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. അറിയാമെങ്കിൽ പറയണ പിഴച്ചുണ്ടായ സ്വന്തതി. തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കുവോ? പറയേ. ആദ്യം നിന്റെ അച്ഛനാരാന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് പെണ്ണി ചോദിക്കട തന്തയില്ലാത്തോനെ. അടിയൂടെ ശരിയാക്കി തരാം. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു കരച്ചിലായിരുന്നു നമ്മുടെ മറുപടി. പക്ഷെ ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കുക. എന്നെ തന്നില്ലാത്തൊന്ന് വിളിച്ച് ഇതിലും ഭേദം ജനിച്ചപ്പോ തന്നെ എന്നെ കൊല്ലായിരുന്നില്ല അമ്മ. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എല്ലാം. പറയാൻ വയ്യെങ്കിൽ വേണ്ടമേ. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഈ അപമാനവും പേറി ഒരു പിഴച്ചുപെട്ട സന്തതിയെ ജീവിച്ചോളാം. നൊന്ത് പെറ്റ് താലോലിച്ചു വളർത്തി എന്നേക്കാൾ അമ്മയ്ക്ക് വലുത് അമ്മയുടെ സ്വാർത്ഥമാണല്ലോ. അമ്മ കരയരുത്. എനിക്ക് അച്ഛനില്ലെന്നല്ലേ ഉള്ളൂ, അമ്മയുണ്ടല്ലോ. ഞാൻ ഒരിക്കലും അമ്മ വിട്ടു പോവില്ല. അങ്ങനെ പോയാ ഈ ലോകത്ത് എനിക്കിന് വേറെ ആരും ഉണ്ടാവില്ല അമ്മ. എന്നാലും ഒരാഗ്രഹം, എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരൊന്നറിയാൻ. നിന്റെ അച്ഛനെ അപമാനിക്കില്ലെന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു തരണം. ഇല്ല, സത്യം.
സംശയം ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസ് സാറിനോടൊന്ന് പറയണം. ശരി തമ്പ്ര. ഇപ്പോഴല്ല, നാളെ. തമ്പ്ര, 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 പോലീസ് നാട് നീളെ തരുന്നുണ്ട്. തമ്പ്രാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ. മോളെ, തല പോയാലും തമ്പ്രാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയല്ലേ. അമ്മേ, അമ്മേ, അമ്മേ. നിങ്ങളൊക്കെ ഇത് അനുഭവിക്കണം. മുറച്ചിറക്കനായി ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവളെ വലിയ കൊമ്പത്ത് കെട്ടിക്കാൻ നോക്കിയതല്ലേ, അനുഭവിക്കണം. അമ്മ എന്റെ കല്യാണക്കാരി അമ്മാനോട് പറഞ്ഞപ്പോ അന്ന് അമ്മാൻ എന്താ പറഞ്ഞത്? ഞാൻ തെമ്മാടിയാണ്, കഞ്ചാവാണ്, ലാവിഷാണ്. അതിൽ വലിയ സത്യമൊന്നുമില്ല. ആ ശരിയാ, ഞാൻ തെമ്മാടി തന്നെ. പക്ഷെ ലക്ഷ്മിയെ കെട്ടാൻ വരുന്നതിന്റെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ഈ കല്യാണം മുടങ്ങുമായിരുന്നു. ഇനി ഞാനോട് ഇവിടെ കൈയൊഴിഞ്ഞ ജീവിതകാലം മുഴുവൻ അവളിവിടെ മൂത്ത് വരച്ച് നിൽക്കേണ്ടി വരും. അത്രയ്ക്ക് നാറി കഥകളാ നാട് മുഴുവൻ പാട്ടായിരിക്കുന്നത്. അല്ലച്ചോ, ഇവന് ആ കല്യാണം മുടക്കിയെന്ന് പറഞ്ഞാൽ കുറുപ്പ് കലി തുള്ളി ഇറക്ക. അയാളുടെ കയ്യിൽ അങ്ങനെ കിട്ടിയ വെറുതെ വിടുന്നു തോന്നണ്ടോ? അവരിപ്പോ വീട്ടുകാർ മുഴുവൻ ഒന്നായി. എത്ര നാളെന്ന് വെച്ച് നീ അച്ഛനെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ കഴിയാ? ബാർബർ കുമാർ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി മോനാന്ന് പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കുന്നു എനിക്ക് തോന്നണ്ടോ? ഈ വിവരം നമ്മൾ 3 പേരല്ലാതെ പുറത്താരും അറിയണ്ട. ഞാൻ ഏതായാലും അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ ഒരു ബന്ധവും പറഞ്ഞ് ഇവിടെ വന്നാൽ അടിച്ചിറക്കുക വേണ്ടത്. തന്റെ ആങ്ങളെ ആയതുകൊണ്ട് തനിക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ എനിക്കിങ്ങനൊരു അളിയനെ വേണ്ട. എന്തൊക്കെ തോന്നിയാസങ്ങൾ അയാൾ കാട്ടിക്കൂട്ടണത്. സർക്കാർ കാര്യങ്ങൾ നടത്തി കൊടുക്കാന്ന് പറഞ്ഞ അയാൾ പലരോടും പണം വാങ്ങാറുണ്ടത്രേ. എന്നെങ്കിലും ഒരു ദിവസം തെളിവ് സഹിതം എന്റെ കിട്ടും. ഇവളെ നിന്നോടല്ല, ഇവളെ കല്യാണം കഴിക്കാൻ പോലും ചെറുക്കന്റെ വീട്ടില് പെണ്ണിന്റെ അമ്മാവനാണെന്ന് പറഞ്ഞ് കയറി ചെല്ലുക, മൂക്കത്തും കള്ളു കുടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുക. ഇതിപ്പോഴും നാണക്കേട് എനിക്ക് ഉണ്ടാവാനുണ്ടോ? കള്ളിന് വേണ്ടി എന്ത് അലവരായത്തരവും കാണിക്കാൻ മടിയില്ലാത്ത ഒരളിയൻ. എന്റെ ദൈവമേ, ഈ കാലത്ത് ബന്ധുക്കളെപ്പോഴും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒഴിച്ചു തരികയും ചെയ്യും, പിന്നെ കൊടുക്കുകയും ചെയ്യും. ഇനി മാനിയന്മാരെ പോലെ പെരക്കാത്തിരുന്ന് മര്യാദയ്ക്കായിരിക്കാന്ന് വെച്ചാല് പ്രോട്ടോക്കോളുമേ അളിയം വരും. ഇനി ഇതൊക്കെ മാറുകയുള്ളൂ. പഴുത്ത മുളക്.
സുഖമായിരുന്നോ? അമ്മാവ് രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു? പല പല കാര്യങ്ങളല്ലേ മോളെ. ആ പിന്നെ മോളെ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു. നല്ല മിടുക്കൻ. എന്തൊരു ബഹുമാനാന്നറിയാവോ? എനിക്ക് ഒഴിച്ചു തന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലും അവൻ കഴിച്ചില്ല. ആമ്പിളായി ഇങ്ങനെ വേണം. എല്ലാ വിവരവും അച്ഛൻ അറിഞ്ഞു. അച്ഛൻ ആകെ ചൂടായിരിക്കുക. അങ്ങോട്ട് ചെല്ല്, കിട്ടിക്കോളും. ഞാൻ ഫാദർ വട്ടക്കുഴി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിരുന്നു. ശരി ഫാദർ. CM അകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട്, വരൂ. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. തെറ്റ് എന്റെ തന്നെയാണ്. ഒരിക്കലും ചതിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഫാദർ. സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ജയിലിൽ വെച്ച് പല കത്തുകൾ വായിച്ചു. ഒന്നിനും മറുപടി കിട്ടിയില്ല. ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോ ആദ്യം അന്വേഷിച്ചത് അവരെയാണ്. പോയത് ആ നാട്ടിലേക്കാണ്. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. ഗർഭിണിയായ മകൾ നാടിന് ഒരു അപവാദമായി മാറിയപ്പോൾ വിപ്ലവത്തിന്റെ സന്തതിക്ക് ജന്മം നൽകിയവന്റെ പേര് അവര് പുറത്തു പറഞ്ഞില്ല. നാട് മുഴുവൻ ബഹുമാനിക്കുന്ന വലിയൊരു മനുഷ്യന്റെ സൽപ്പേരിന് കളങ്കം വരുത്തണ്ടെന്ന് കരുതിയിട്ടാവും അവര് നാട് വിട്ടു തന്നെ. ഒരിക്കലും എന്റെ അമ്മയ്ക്ക് ഞാനൊരു മനസ്സമാധാനം കൊടുത്തിട്ടില്ല. പോലീസ് പലപ്പോഴും അമ്മയെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അപ്പോഴെല്ലാം ഒളിവിൽ കഴിയുന്ന എന്റെ ആയുസിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ അന്ത്യാഭിലാഷമായിരുന്നു ഞാൻ ഒരു കല്യാണം കഴിച്ച് കാണണമെന്ന്. ജീവിതത്തിൽ വേദനകൾ മാത്രം നൽകിയിട്ടുള്ള ഈ മകന് ആ ആഗ്രഹം നിഷേധിക്കാനായില്ല. അവസാന കാലത്ത് അമ്മ ചൂണ്ടിക്കാണിച്ച പെണ്ണിനെ ഞാൻ കൈപിടിച്ചു. ഒരു മകന്റെ കടമ നിർവഹിച്ചു. ഇന്നെനിക്കൊരു കുടുംബമുണ്ട്. എന്റെ മകളുടെ വിവാഹം വരെ തീരുമാനിച്ചിരിക്കുക. ഇപ്പൊ എനിക്കൊരു മകനുണ്ടെന്നറിഞ്ഞാൽ ഒരു ദുർനടത്തക്കാരനായി എല്ലാരും എന്നെ കാണും. അവരച്ഛനെ കിട്ടിയപ്പോ അമ്മ നഷ്ടപ്പെട്ടു. എനിക്ക് മകനെ കിട്ടുമ്പോ എന്റെ കുടുംബം നഷ്ടപ്പെടാൻ പാടില്ല ഫാദർ. ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അങ്ങാണ്. അവന്റെ അമ്മയുടെ മരണത്തിന് പോലും ഞാനാണ് കാരണക്കാരൻ എന്നെനിക്കിപ്പോ തോന്നുന്നു. എന്റെ മോനെ ഞാൻ തള്ളി പറയില്ല ഫാദർ. പക്ഷേ ഈ ഒരവസ്ഥയിൽ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക?